ലിനക്സിൽ എക്ലിപ്സ് ഇൻസ്റ്റാളേഷൻ എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഉബുണ്ടുവിലും റെഡ് ഹാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എക്ലിപ്സ് എങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യാമെന്ന് ഇവിടെ പഠിക്കുന്നു. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 11.10. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ, ലിനക്സിൽ ടെർമിനൽ ഉപയോഗിക്കാനുള്ള പരിജ്ഞാനം എന്നിവ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് റൂട്ട് ആക്സസ് അല്ലെങ്കിൽ സ്യൂഡോ പെർമിഷൻ വേണം. റൂട്ട് അല്ലെങ്കിൽ സ്യൂഡോ എന്താണെന്ന് അറിയില്ലെങ്കിലും പ്രശ്നമില്ല. ഈ ട്യൂട്ടോറിയൽ തുടർന്ന് കേട്ടാൽ മതിയാകും. നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രോക്സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രോക്സി ആക്സസ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന കമാൻഡുകൾ ഉപയോഗിച്ച് ഉബുണ്ടുവിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നു. എന്നിട്ടിത് റെഡ് ഹാറ്റിൽ ചെയ്യുന്നതിനുള്ള ചെറിയ ചില മാറ്റങ്ങൾ പരിചയപ്പെടുന്നു. ടെർമിനൽ തുറക്കട്ടെ. Ctrl Alt T പ്രസ് ചെയ്യുക. ഇത് ഉബുണ്ടുവിൽ ടെർമിനൽ തുറക്കുന്നു. പ്രോക്സി ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് നിങ്ങളുടേതെങ്കിൽ ഇത് ടെർമിനലിൽ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പ്രോക്സി എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളുടേത് പ്രോക്സി നെറ്റ്വർക്ക് ആയിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. പ്രോക്സി ഉപയോഗിക്കുന്നവർ ഇത് സെറ്റ് ചെയ്യണം. രണ്ട് തരത്തിലുള്ള പ്രോക്സീസ് ഉണ്ട്. യൂസർ നെയിമും പാസ്വേഡും ആവശ്യമുള്ളത്, അവ ആവശ്യമില്ലാത്തത്. ബന്ധപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടേത് ഏത് തരം പ്രോക്സി ആണെന്ന് കണ്ടെത്തുക. ടെർമിനലിൽ sudo സ്പേസ് -s ടൈപ്പ് ചെയ്യുക. ആവശ്യപ്പെടുമ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ആസ്റ്ററിസ്ക് അല്ലെങ്കിൽ മറ്റ് അടയാളങ്ങൾ പോലുള്ള ഫീഡ്ബാക്ക് കിട്ടില്ല. എന്റർ കൊടുക്കുക. പ്രോംപ്റ്റ് അടയാളം ഡോളറിൽ നിന്ന് ഹാഷ് ആയി മാറിയത് ശ്രദ്ധിക്കുക. ടൈപ്പ് ചെയ്യുക എക്സ്പോർട്ട് സ്പേസ് http_proxy =tsuser://tspwd@10.24.2:8080. ഈ കമാൻഡിൽ tsuser പ്രോക്സി ഓതന്റിക്കേഷൻ യൂസർനെയിമും tspwd പാസ്വേഡുമാണ്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വേണ്ട മാറ്റം വരുത്തുക. 10.24.0.2 പ്രോക്സിയുടെ ഹോസ്റ്റ് അഡ്രസ്സും 8080 പോർട്ട് നമ്പറുമാണ്. ഇവിടെയും ആവശ്യമനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക. എന്റർ പ്രസ് ചെയ്യുക. നെറ്റ്വർക്ക് ഓതന്റിക്കേഷന്റെ ആവശ്യമില്ലെങ്കിൽ യൂസർനെയിമിന്റെയും പാസ്വേഡിന്റെയും ഭാഗം ശൂന്യമാക്കിയിടുക. എനിക്ക് പ്രോക്സി ഓതന്റിക്കേഷൻ ആവശ്യമില്ലാത്തതിനാൽ ഇവ നീക്കം ചെയ്യുന്നു. ഇതിനു മുൻപുള്ള കമാൻഡ് ലഭിക്കുന്നതിനായി അപ്പ് ആരോ പ്രസ് ചെയ്യുക. യൂസർനെയിമും പാസ്വേഡും നീക്കം ചെയ്ത് എന്റർ കൊടുക്കുക. ഈ കമാൻഡുകൾ HTTP പ്രോക്സി സെറ്റ് ചെയ്യുന്നു. HTTPS പ്രോക്സി സെറ്റ് ചെയ്യുന്നത് നോക്കാം. മുൻപുള്ള കമാൻഡ് ലഭിക്കുന്നതിനായി അപ്പ് ആരോ പ്രസ് ചെയ്യുക. HTTPS ആക്കുന്നതിനായി ഇവിടെ S ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്രോക്സി വിജയകരമായി സെറ്റ് ചെയ്തു. സാധാരണ പ്രോംപ്റ്റിലേക്ക് വരുന്നതിനായി Ctrl D പ്രസ് ചെയ്യുക. സ്ക്രീൻ വൃത്തിയാക്കുന്നതിനായി ക്ലിയർ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. ഇപ്പോൾ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യാം. sudo സ്പേസ് apt-get സ്പേസ് update. ഈ കമാൻഡ് ലഭ്യമായ എല്ലാ സോഫ്റ്റ്വെയറുകളുടെയും ഒരു പട്ടിക നൽകുന്നു. എന്റർ കൊടുക്കുക. നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ വേഗതയ്ക്ക് അനുസൃതമായി ഇവിടെ കുറച്ചു സമയമെടുക്കാം. ടെർമിനൽ ഡോളർ പ്രോംപ്റ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പ്രവൃത്തി പൂർണ്ണമാകുന്നു. ക്ലിയർ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുമ്പോൾ സ്ക്രീൻ വൃത്തിയാകുന്നു. ടൈപ്പ് ചെയ്യുക sudo സ്പേസ് apt-get സ്പേസ്
install സ്പേസ് എക്ലിപ്സ് എന്റർ കൊടുക്കുക. ഈ കമാൻഡ് എക്ലിപ്സ് സോഫ്റ്റ്വെയർ ലിസ്റ്റ് ലഭ്യമാക്കുകയും ഇൻസ്റ്റോൾ ചെയ്യുകയും ചെയ്യുന്നു. ഈ വരി ശ്രദ്ധിക്കുക. നീഡ്സ് ടു ഗെറ്റ് 10.8 MB. നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ വേഗതയ്ക്കും സിസ്റ്റത്തിനും അനുസരിച്ച് ഈ അക്കം വ്യത്യസ്തമായിരിക്കും. പാക്കേജസ് ലഭ്യമാക്കുന്നതിനുള്ള സമയവും വ്യത്യസ്തമായിരിക്കും. Y or N പ്രോംപ്റ്റിൽ Y ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. ആവശ്യമുള്ള പാക്കേജുകൾ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് അൺപാക്ക് ചെയ്യുന്നു. ടെർമിനൽ $പ്രോംപ്റ്റിലേക്ക് തിരികെ വരുമ്പോൾ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാകുന്നു. സിസ്റ്റത്തിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടോ എന്നും അത് ലഭ്യമാണോ എന്നും പരിശോധിക്കാം. Alt F2 പ്രസ് ചെയ്യുക. ഡയലോഗ് ബോക്സിൽ എക്ലിപ്സ് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. ഇത് എക്ലിപ്സ് ആപ്ലിക്കേഷൻ തുറക്കുന്നു. എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്ലിക്കേഷൻ തുറക്കില്ല. വർക്ക്സ്പേസ് ലോഞ്ചർ പ്രോംപ്റ്റ് കാണുന്നു. OK കൊടുക്കുക. വെൽക്കം ടു എക്ലിപ്സ് പേജ് കാണുന്നു. ഇതിനർത്ഥം എക്ലിപ്സ് വിജയകരമായി സിസ്റ്റത്തിൽ ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടുവെന്നാണ്. ഡെബിയൻ, കുബുണ്ടു, ക്സുബുണ്ടു എന്നിവയിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നത് ഉബുണ്ടുവിലേതുപോലെയാണ്. റെഡ് ഹാറ്റിലും എക്ലിപ്സിന്റെ ഇൻസ്റ്റോളേഷൻ പ്രൊസീജർ ഉബുണ്ടുവിലേതുപോലെയാണ്. പക്ഷേ പാക്കേജസ് ലഭ്യമാക്കുന്നതിനും ഇൻസ്റ്റോളിങ്ങിനും ഉപയോഗിക്കുന്ന കമാൻഡുകൾ വ്യത്യസ്തമാണ്. സോഫ്റ്റ്വെയറിന്റെ പട്ടിക കാണിക്കുന്നതിനായി sudo സ്പേസ് yum സ്പേസ് അപ്ഡേറ്റ് ഉപയോഗിക്കുക. എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നതിന് sudo സ്പേസ് yum സ്പേസ് ഇൻസ്റ്റോൾ സ്പേസ് എക്ലിപ്സ് ഉപയോഗിക്കുക. ഫെഡോറ, സെന്റോസ്, സുസി ലിനക്സ് എന്നിവയിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നത് റെഡ് ഹാറ്റിലേതുപോലെയാണ്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഉബുണ്ടുവിലും അതിന് സമാനമായ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റെഡ് ഹാറ്റിലും അതിന് സമാനമായ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നത് മനസ്സിലാക്കി. ഒരു അസൈൻമെന്റ്: എക്ലിപ്സിന് ഇതുപോലെ ഇൻസ്റ്റോളേഷൻ പ്രൊസീജർ ഉള്ള മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കണ്ടെത്തുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.